നമ്മട്ടി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എന്തോ മാരകമായ പണിയുണ്ടെന്നാണ് തോന്നുന്നത്. കോഴിക്കോട് കാളപ്പട്ടികൾ ഇവനെയൊക്കെ കിടക്കാൻ വേണ്ടിയാണ് ചെയ്യണം. ലൂക്കിൻ്റെ ലിവർ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ലിവർ. ഇതൊക്കെ സെറ്റാക്കാന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയിൽ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഒരു അറിവില്ല. എന്ന് വെച്ചാൽ മഴയൊക്കെ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാനൊന്നും തോന്നണില്ല. എന്നാലും ഇപ്പോൾ എണീച്ച് വന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആയെന്ന് തോന്നുന്നു. നല്ല മഴയൊക്കെ ഉണ്ട്, കിടന്നുറങ്ങിപ്പോയി. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് പോലെ സെറ്റ് ചെയ്യാന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന കാര്യമൊക്കെ ആയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ ഉറക്കം എണീച്ച് വന്നപ്പം കൂട്ടുകാരനും മാങ്ങ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് ഞാനൊരു വ്ളോഗ് ഇട്ടില്ലേ മാങ്ങയുടെ, അപ്പോൾ അതിൻ്റെ വീട്ടിലെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. അപ്പോൾ അവിടെ നിന്ന് 2 സംഭവം വാങ്ങിക്കണം. ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ 2 ബുഷ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതും കാണിച്ചു തരാം. പിന്നെ അവൻ്റെ വീട്ടിലുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് തുടങ്ങാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീട്ടിലോട്ടോ പക്ഷേ നമ്മളെ വണ്ടി അങ്ങനെ മൂടി പുതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഡോമിനാറിൻ്റെ വീഡിയോ ചോദിച്ചായിരുന്നു, നമുക്കത് ചെയ്യാം, മഴയൊക്കെ മാറിയിട്ടൊന്ന് ചെയ്യാം. ഇപ്പം ജോലിക്ക് എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. പിന്നെ മാങ്ങ എടുത്തുകൊണ്ട് പോവാണ്. മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഹെൽമെറ്റും കൂടെ എടുത്തേക്കും. ഇവിടെ ക്യാമറ ഉണ്ട്. ഹെൽമെറ്റൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഉറക്കണീച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്നാലും ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യണതുകൊണ്ടാണ് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ മാങ്ങ കൊണ്ട് എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ആ GT-യുടെ ഹാൻഡിലിൻ്റെ ആ ഒരു സംഭവം കാണിച്ചു തരാം. ചില മൂടി ക്ലൈമറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉറക്കണിച്ചൊന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും വണ്ടിയൊക്കെ കാണുമ്പോൾ സെറ്റാകും. പിന്നെ നമ്മൾ സൈക്കിൾ അവിടെ ചെറുതായിട്ടൊക്കെ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കാം. അപ്പോൾ ആ റോഡിലോട്ട് പോവാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. മാങ്ങയൊക്കെ കൊടുത്തതാവുന്നു. പക്ഷേ വണ്ടിയുടെ പണിയിലാണ്. ഈ ബുള്ളറ്റ് അവൻ പോളിഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ എഞ്ചിനൊക്കെ കണ്ടില്ല, തിളകിക്കൊണ്ടിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് ശബ്ദം കേട്ടാണ് ഞാൻ പുറകിലോട്ട് വന്നു. അപ്പോൾ നോക്കി ഇതിൻ്റെയൊക്കെ വെടിയിൽ നിന്ന് സെറ്റാക്കാം. ആ ഒരു ഡ്യൂക്ക് ഇരിപ്പുണ്ട്. ഈ 2 ബുഷാണ് വരാതിരുന്നത്. അപ്പോൾ ഇതാ കിട്ടിയിട്ടുണ്ട്. ഇത് ജെനുവിൻ പാർട്സാണ്. അപ്പം ഇതെല്ലാം സെറ്റാക്കി നമ്മൾ GT-യുടെ ഹാൻഡിൽ ഉടനെ സെറ്റാക്കി വെച്ചു. കുറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ച് വണ്ടിയിലായിരിക്കും കുറേ സംസാരിച്ച്. അപ്പോൾ നമുക്ക് ലിവറൊക്കെ വയ്ക്കാൻ സെറ്റാക്കാമെന്ന് ചോദിച്ചു. ഡ്യൂക്കിൻ്റെ ലിവർ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ലിവർ. ഇതൊക്കെ സെറ്റാക്കാമെന്ന് ചോദിച്ചു നമ്മളെ വണ്ടിയിൽ. ഡ്യൂക്കിൻ്റെ ലിവർ സെറ്റാവുന്ന അറിഞ്ഞു. ഈ ലിവർ വന്നിട്ട് 2000 ആണ്. അപ്പോൾ നമുക്ക് ക്ലച്ച് ലിവറും 600 രൂപയുള്ളൂ. ചിലപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് വയ്ക്കും. ക്ലച്ചല്ല, 2 വാങ്ങിച്ച് വയ്ക്കും. അപ്പം അത് ബ്ലാക്കോ സിൽവറോ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങും. ബ്ലാക്ക് കിട്ടും, സിൽവർ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ വണ്ടി സിൽവറല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ സിൽവർ കിട്ടുമെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ച് വയ്ക്കും. പിന്നെ നമ്മളെ സൈക്കിളൊക്കെ ധൈര്യപ്പുണ്ട്. അവൻ്റെ സൈക്കിളും ധൈര്യപ്പുണ്ട്. അവൻ്റെ പഞ്ചറില്ലേ, എൻ്റെ പഞ്ചറൊക്കെയാണ്. പിന്നെ സീറ്റിലൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പുതിയ സീറ്റൊക്കെ വാങ്ങിച്ച് വെച്ചാണ്. സ്റ്റാൻഡൊക്കെ വെച്ച് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, പഞ്ചറായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ റെഡിയാക്കണം. എല്ലാം പതിയെ റെഡിയാക്കണം. ഇനിയിപ്പം ലിവറൊക്കെ പതിയെ വാങ്ങിക്കാം. ഇപ്പോൾ എന്തായാലും GT-യുടെ ഹാൻഡിലൊക്കെ വെച്ചിട്ട് പതിയെ ഓരോന്ന് സെറ്റാക്കാം. ഇതിലും ചെറിയൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഭവമൊക്കെ വാങ്ങിച്ചവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കണ കഴിയൊക്കെ പതിയെ വരും. അങ്ങനെ വീട്ടിൽ നിന്ന് പോസ്റ്റ് അടിച്ചുകൊണ്ട് തമ്പാനൂർ വന്നെത്തി. ഇപ്പോൾ കൂട്ടുകാരൻ പിക്ക് ചെയ്യാൻ വരും. നമ്മൾ കടലേക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൂട്ടുകാരൻ വന്നിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോവാം. വീട്ടിൽ നിന്ന് കട്ട പോസ്റ്റാണ്. ഒരു കടലേക്ക് തന്നവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് അവരിപ്പോൾ വരണതല്ലോ, വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ തമ്പാനൂരെത്തി. ബസ് വന്ന് ഇറങ്ങിയേ ഉള്ളൂ. ബസ്സിനകത്തുള്ള കാര്യം മുടിഞ്ഞ സ്പീഡ് എങ്ങനെ സേഫായിട്ടൊന്നും ഞാനിവിടെ നല്ല പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അവന്മാരെത്തിയില്ല. അപ്പോൾ എത്തി കുറേ നേരമായി. അപ്പോൾ നമ്മൾ കുറേ നേരം കറങ്ങിയിട്ട് ഇനി എൻ്റെ വീട്ടിലോട്ട് ചായ കുടിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. അന്നേരം വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കുകയും ചെയ്യാം. അതേ കണ്ടൻറ്റൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. നോക്കാം. പക്ഷേ എൻ്റെ എക്സ്ട്രീം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് എടുത്ത് പോവാം. പക്ഷേ ഇവിടെ ഒന്ന് ചായ കിട്ടി. താങ്ക്സ്.
അടുത്ത ദിവസമാണ് ഇന്നലെ ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസമായി. വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി കാണിച്ചത്. വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ നിൽക്കുന്ന ദിവസം എന്ത് വീഡിയോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നേരെ എന്തെങ്കിലുമൊക്കെ പണിയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കാലത്തെ പണി എന്ന് പറഞ്ഞാൽ വണ്ടി കഴുകി വെക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഫുൾ വൃത്തിയാക്കി സെറ്റാക്കി ഇതോ കഴുകി ഇതോ അടച്ച് പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1-2 ദിവസം ഇനി ആ വണ്ടി എടുക്കണ പരിപാടി ഇല്ല. കാരണം അതിൽ റിസർവ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും അത് എടുക്കില്ല. പിന്നെ എന്തായാലും ഇനി ബാക്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കണം. എന്തെങ്കിലും കാണും. അപ്പോൾ കാണാതെ ഇരിക്കില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ പോയി ചെയ്ത് കൊടുക്കാം. നമ്മട്ടി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എന്തോ മാരകമായ പണി ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മഴയത്ത് ഒന്ന് മഴ മാറി നിൽക്കുന്ന ദിവസം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി കാണും. ഇതൊക്കെ എൻ്റെ കൃഷി സ്ഥലമാണ്. കൃഷി സ്ഥലം എന്നല്ല, ഞാൻ നട്ട് വയ്ക്കുന്ന സാധനങ്ങളാണ്. വണ്ടി മാത്രം ഓടിച്ചാൽ ഫുൾ ചവർ. 100 രൂപ തന്നെങ്കിൽ ഞാൻ ഇത്രയും തൂത്ത് കൊടുക്കില്ല. ഫ്രീ ആയിട്ട് തൂത്ത് കൊടുക്കില്ല. അത്രയും 100 രൂപ തന്നാൽ തൂത്ത് കൊടുക്കുക. അതെന്താ കിളിക്കൂടെ എന്തോ പൊട്ടിക്കിടപ്പുണ്ട്. ഒന്നുമില്ല. ഫുൾ ചവർ ഈ മരത്തിൽ നിന്ന് വീഴണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ നട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, മഴയുണ്ട്. പക്ഷേ വൃത്തിയാക്കാറുണ്ട്. ഇതൊന്നും ആയിരിക്കില്ല. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് കളഞ്ഞിട്ടു 500 രൂപ എന്നാൽ ഇത്രയും ചെയ്യാമെന്ന് പറയും. വീട്ടിലെ പണിയാണ്. എന്നാലും അതെ, ഇതൊക്കെ റെഡിയാക്കി വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി. എന്തായാലും നമ്മട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നോക്കാം എന്ത് പരിപാടിയാണ്. വീട്ടിൽ നിന്ന് ഫുൾ പണിയാണ്. കോഴിക്കൂട് വൃത്തിയാക്കാൻ ഇതൊക്കെ ഞാൻ കെട്ടി ഇതല്ല, അമ്മ കെട്ടിയതാണ്. അപ്പം സിമെൻ്റ് എന്തോ തേച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പിഴിച്ചാഴി തോണ്ടി സീനാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. ഇവിടെയൊക്കെ തൂത്തിട്ടുണ്ട്. പകുതി അമ്മ തൂത്ത്, ഞാൻ തൂത്തു. ഇനി ഇതാ സിമെൻ്റൊക്കെ തേച്ച് സിമെൻ്റൊക്കെ കുഴച്ച് ഇതിൻ്റെ അത് സെറ്റാക്കി. ഇതാണ് കോഴിക്കൂട്. കാളപ്പട്ടികൾ ഇവനെയൊക്കെ കിടക്കാൻ വേണ്ടിയാണ് ചെയ്യണം. എന്തായാലും വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ പല പരിപാടിയും വരും. ഇതൊക്കെ വൃത്തിയാക്കണം, ഇത് വൃത്തിയാക്കണം. അയ്യോ കോഴി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനൊക്കെ പഠിക്കണം കേട്ടോ. ഞാൻ ഇതിനൊന്നും പിടിക്കാറില്ല. പഠിക്കും. അപ്പോൾ അവിടെയും കൂടെ ഉണ്ട്. എന്തൊക്കെ പരിപാടിയുണ്ട്. അപ്പം പോയി ആദ്യം കുഴക്കട്ടെ. ഇത് കുഴച്ചിട്ട് വേണം വരെ. ഇനി അങ്ങോട്ട് തൂക്കാറുണ്ട്. കുറേ പരിപാടിയുണ്ട്. ഇതൊക്കെ കോവലി അങ്ങനത്തെ സംഭവമാണ്. ചെറിയ നിൽപ്പുണ്ട്. ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങളവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിലൊരു ചെറിയ പഴുത്ത നിൽപ്പുണ്ട്. അതിനേക്കാളും പഴുത്തത് മേളിലുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഇതിനെ പ്രിസർവ് എന്തൊക്കെ ചെയ്തിട്ടാണ് കേക്കിൻ്റെ പുറത്ത് വരുന്ന സാധനം. കണ്ടോ, ഇതാണ് സാധനം. ഇതാണ് സാധനം. ഉളുപ്പാണ്. ഇതിനെ മതിലൊക്കെ ചേർത്ത് എന്തൊക്കെ സംഭവം ചെയ്തിട്ടാണ് പറഞ്ഞത്. കണ്ടുണ്ടോ? ഇത്രയും കൊച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പണി. അപ്പോൾ ഇന്ന് മൊത്തം പണിയാണ്. കോഴിക്കോട് വൃത്തിയാക്കണം. അല്ലാതെ ഇപ്പം ചേട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി അങ്ങോട്ട് പോയുള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തത്തോടെ പണിയാണ്. ഇത് മഴയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വേണം പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും കിടന്നുറങ്ങാം. ഞാൻ പേരും പറഞ്ഞ് കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഈ പരിപാടിയൊക്കെ ഒന്ന് തീർക്കട്ടെ. നിങ്ങൾക്ക് ഇതുപോലെയാണോ? വീട്ടിൽ നിൽക്കുന്ന ദിവസം പണി തരാറുണ്ടോ? എനിക്ക് എന്തായാലും ഇന്ന് കിട്ടിയ പണി ഇച്ചിരി കൂടുതലാണ്. കുഴപ്പമില്ല. വല്ലപ്പോഴല്ലേ ചെയ്യാം. മാർക്ക് വേണ്ടിയാണ് സെറ്റാക്കാം. കുറേ ഉണ്ടല്ലേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ആ പണിയൊക്കെ ഭംഗിയായി തന്നെ കഴിഞ്ഞു. കാരണം മഴയും വെയിലും ഒക്കെ, വെയിൽ വന്നു മഴയൊക്കെ പോയി. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി പോയി കുളിക്കണം. കുളിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ വൈകുന്നേരമുള്ള വീഡിയോ വരെ എന്തായാലും ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും മണ്ടയ്ക്ക് കയറി നോക്കാം. കുറേ ദിവസം ഏറ്റവും ടോപ്പിൽ കയറിയിട്ട്. അപ്പോൾ സോളാർ വെച്ചതിന് ശേഷം ആ ഒരു വീഡിയോത്തിന് ശേഷം പിന്നെ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അവിടെ എന്തെങ്കിലും തിന്നാണ്ടതായോ ഒന്ന് നോക്കാമല്ലോ. വീട്ടിൽ നിൽക്കുമ്പം വെറുതെ ഇരിക്കാനും തോന്നില്ല.
അപ്പം ഇവിടെ പടിയും കാര്യങ്ങളൊന്നുമില്ല. പഴയ വീഡിയോ കണ്ടവർക്ക് ഇങ്ങനെ ഒരു റിസ്ക് പിടിച്ചൊക്കെയാണ് കയറണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ചവിട്ടി ഇങ്ങനെ കയറും. നമ്മൾ ടോപ്പിലെത്തി. സോളാറൊക്കെ ഇതായിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ പക്കി എന്തോ സംഭവം പറക്കണുണ്ട്, കാണുന്നുണ്ട് ഗൂസ്. വല്ല തേനീച്ച തന്നെ ഇന്ന് കടിച്ചു കിട്ടും. എന്താന്തോ കാണുന്നുണ്ടോ? തേനീച്ചയാണോ അറിയില്ല, എന്തീച്ചയാണോ. അപ്പോൾ നമ്മൾ റംബൂട്ടാനൊക്കെ ഇതാ പൂത്ത് സെറ്റായി കാച്ചൊക്കെ നിൽപ്പുണ്ട്. ഈ കാലിലൊക്കെ കടിക്കുന്നില്ല, മീറായിരുന്നു. അപ്പോൾ മാങ്ങ 2-3 നിൽപ്പുണ്ട്. ഇനി അതൊക്കെ നിൽക്കട്ടെ. ഇനി അണ്ണി അല്ലോ സ്ക്വരൽ കടിച്ചോട്ടെ. അപ്പോൾ ഇതൊക്കെ സെറ്റായി വരുമ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇതിൽ 2-3 മാങ്ങയൊക്കെ നിന്നു. ഇത് പിന്നെ ഒന്നും നോക്കിയില്ല, എവിടെ പോയെന്ന് തോന്നുന്നു. പിന്നെന്താ പറയുക, ഇത് തിക്കായിട്ട് വളർന്നു. ഇങ്ങോട്ട് വളർന്നു വരുമ്പോൾ എൻ്റെ റൂമും ഫുള്ളും കവറായി വരികയും ചെയ്യും. അപ്പം ചൂട് കാണത്തില്ല അല്ലേ. കൊള്ളാം. അപ്പം മാവൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു മാവുണ്ട്. ഇത് ഇങ്ങോട്ട് വളർന്ന് വരട്ടെ, വരുമ്പോൾ സെറ്റാവും. ലോ കാണുന്നതാണ് നമ്മളെ ഫിഷ് ടാങ്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് മീനൊക്കെ കിടപ്പുണ്ട്. കുഞ്ഞു മീനുകളേ ഉള്ളൂ, കാണിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പം മാവിൽ മാങ്ങയൊന്നുമില്ല, ഇതൊക്കെ പോയി. ഇവിടെ ഒരു തണലുണ്ട്. വാട്ടർ ടാങ്കിൽ വെള്ളമുണ്ടോ? ഇല്ല. അമ്മ പമ്പിടെ വെള്ളമില്ലേ? അപ്പോൾ അതിന് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിന് 2 മാസമൊക്കെ ആകുമ്പോൾ സെറ്റാകുമായിരിക്കും. അപ്പോൾ ഇത് കഴിക്കാം. അപ്പം ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, അതൊക്കെ പിന്നെ ചെയ്യാം. ഇതൊന്നും താഴെ ആരും കാണുന്നില്ല, കയറി വരാത്തതുകൊണ്ട് അത് സീനില്ല. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും പതിയെ താഴെ പോകും. ഇവിടെ ഒന്നുമില്ല, പതിയെ താഴെ പോവാം. പക്ഷേ നിങ്ങൾക്ക് ഇറങ്ങുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, സ്ലൈഡാണ്. ഇവിടെ നിന്ന് താഴെ ചാടണം. ചാടുമ്പോൾ സൂക്ഷിച്ച് ചാടില്ലെങ്കിൽ കാല് സ്ലിപ്പാവും, പടവും. ഇപ്പോൾ നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ എന്തായാലും പോയി ഇന്ന് കുളിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. ഇപ്പോൾ കഴിക്കാൻ ഒരു പഴമൊക്കെ എടുത്ത് ഇത് കഴിച്ചിട്ടൊന്ന് കുളിക്കാം. റൂമിനകത്ത് ഫുൾ അലങ്കോലായി കിടക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാം. അതിങ്ങനെ കുളിച്ച് സെറ്റ് ചെയ്യുന്നപ്പം തന്നെ ചോറ് വാങ്ങാൻ പറഞ്ഞു വിട്ടു. ചോറ് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അരി പൊടിക്കാൻ പറഞ്ഞു വിട്ടു. എന്തൊക്കെ പണിയാണ് നോക്കും വീട്ടിൽ നിൽക്കുമ്പോൾ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ? അപ്പോൾ ചോറും ബീഫും ഉണ്ട്. അപ്പോൾ വീട്ടിൽ പോയി അതൊക്കെ കഴിക്കുക. പിന്നെ അരി പൊടിക്കാനും കൊടുത്തിട്ടുണ്ട്. അതായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വരാൻ വീട്ടിൽ പോയി. റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ അല്ലേ. വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ടോ? വൈകുന്നേരത്തേക്ക് വെച്ചിരിക്കണം. പഴുങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ റെഡിയായി വന്ന് എന്താ കളിക്കാൻ പോവാണ്. സാധനങ്ങളൊന്നും ഒതുക്കിയൊന്നും വെച്ചില്ല, നാളെ രാവിലെ എടുക്കേണ്ടതാണ്. കുറച്ചൊക്കെ സംഭവങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും അവിടെ വേണ്ടി കളിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നേരെ ഗ്രൗണ്ടിൽ പോകും. ഗ്രൗണ്ടിലല്ല, നമ്മൾ ഇൻഡോർ കോർട്ടിൽ പോകും. ഇതുവഴിയാണ് നമ്മൾ കോർട്ടിലോട്ടാണ്. അത് താഴെ കാണാനാണ് കോർട്ട്. അപ്പോൾ ഇനി കോർട്ടിൽ പോയിട്ട് കളിക്കുന്നതൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കോട്ടോ ഷോട്ടുകളൊക്കെ കാണിച്ചു തരാം.